ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് റിവിഷൻ സീരീസിൻ്റെ ഡേ 10 ആണ്. സോ നമുക്ക് ഇന്ന് പഠിക്കാണ്ടായിരുന്ന ടോപ്പിക്സ് എന്ന് പറയാനാണെങ്കിൽ തെർമോഡൈനാമിക്സ്, സീക്വൻസ് ആൻഡ് സീരീസ്, ഗ്രാവിറ്റേഷൻ ആയിരുന്നു. സോ അതിൽ ഗ്രാവിറ്റേഷൻ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. 24, 25 ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഇടയിൽ കുറച്ച് പെൻഡിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, ഓരോ ചാപ്റ്ററിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഏതാണെന്ന്. അത് ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും PYQ സോൾവ് ചെയ്തതിൽ. ഓക്കെ, സോ ഗ്രാവിറ്റേഷൻ്റെ PYQ 2009 വരെയുള്ള സോൾവ് ചെയ്തു. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ 24, 25 PYQ ആണ് കംപ്ലീറ്റ് ചെയ്തത്. അറൗണ്ട് 50 അടുത്ത് ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരുന്നു. പിന്നെ തെർമോഡൈനാമിക്സ് പറയാനാണെങ്കിൽ ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വെച്ചിട്ടാണ് റിവൈസ് ചെയ്ത് അതിൻ്റെ അതിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസാണ് ചെയ്തത്. PYQs ചെയ്ത് നോക്കിയിട്ടില്ല. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്റ്റഡി അപ്ഡേറ്റ് പറയാനാണെങ്കിൽ. സോ ഇതിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്രാവിറ്റേഷനും സീക്വൻസ് ആൻഡ് സീരീസും ഇത് രണ്ടും ഞാനിന്ന് പഠിച്ചുകൊണ്ട് പറയുകയാണ്. ഇത് രണ്ടും സ്കിപ്പ് ചെയ്യരുത്. ഇത് രണ്ടും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയ 2 ചാപ്റ്റേഴ്സാണ് ഗ്രാവിറ്റേഷനും സീക്വൻസ് ആൻഡ് സീരീസും. ഇനി ഞാൻ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മേജർ ഏരിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് സീക്വൻസ് ആൻഡ് സീരീസ് പറയാനാണെങ്കിൽ GP മാത്രമേ സിലബസിലുള്ളൂ. ഈ GP ബേസ് ചെയ്തിട്ട് അതിൻ്റെ GPയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. ആ പറയുന്ന കാര്യങ്ങൾ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതായത് GPയുടെ ജനറൽ ടേം, സം ഓഫ് M ടേംസ്, പിന്നെ ജോമെട്രിക് മീൻ, ആ കോൺസിക്യൂട്ടീവ് ടേംസ് കണ്ടുപിടിക്കുമ്പോൾ ഉള്ള ആ ഒരു 3 ആണെങ്കിലും 4 ആണെങ്കിലും 5 ആണെങ്കിലും കോൺസിക്യൂട്ടീവ് ടേംസ് ആ ഒരു ബേസ് ചെയ്തിട്ട് സം ഓഫ് ഇൻഫിനിറ്റി ടേംസ് ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് ബേസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചിട്ടുമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ് നിങ്ങൾ പഠിക്കുമ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു സംഭവമാണ് ഇവിടെ ഈ ഒരു ഇത്, അതായത് ഈ 2⁻³ എത്ര, 82⁻4 എത്ര, ആ ഒരു എല്ലാ ഒരുവിധ നമ്പേഴ്സിൻ്റെ ഒരു ചെറിയൊരു ഇത് റേഞ്ച് ഇതുവരെയൊക്കെ മതി. 6 ഒക്കെ ആണെങ്കിൽ ഒരു 2 ഒക്കെ ആണെങ്കിൽ ഒരു 10 വരെ പഠിക്കണം കേട്ടോ. 3 ഒക്കെ ആണെങ്കിൽ ഒരു 7 to ആ ഒരു 3⁻6 ആ ഒരു റേഞ്ചിലൊക്കെ പഠിച്ചു പോയാൽ മതി. സോ അതൊക്കെ നന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യനിൽ ആൻസറിൽ നമുക്ക് ചെയ്യേണ്ടി വരും സീക്വൻസ് ആൻഡ് സീരീസ് പഠിക്കുമ്പോൾ. സോ ആ കാര്യം മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ GP മാത്രമേ സിലബസിലുള്ളൂ, വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അത് ബേസ് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. കുറച്ച് ചെയ്ത് പഠിച്ചാൽ ആ ഒരു നാക്ക് കിട്ടും. ഓക്കെ, സോ പിന്നെ ഗ്രാവിറ്റേഷൻ്റെ കേസ് പറയാനാണെങ്കിൽ ഈ ഗ്രാവിറ്റേഷനിൽ നോട്ട്സ് വല്ലതും പറഞ്ഞുതരാം. ഗ്രാവിറ്റേഷനിൽ കൂടുതലും സാറ്റലൈറ്റിൻ്റെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട്, അതായത് ഈ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ഈ ഒരു ബേസ് ചെയ്തിട്ടും പിന്നെ ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് കൂടുതൽ കണ്ടിട്ടുള്ളതും പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ സർഫേസിൽ നിന്ന് ഒരു H ഹൈറ്റിലേക്ക് ചെയ്യുമ്പോഴുള്ള വർക്ക് ഡാണ് mgh into r/r+h. അതിൽ H 6 ആകുമ്പോൾ ഇത് കാണാപാഠം പഠിച്ചാൽ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. mgr/2 H 2r ആണെങ്കിൽ ഐ തിങ്ക് 2 mgr/3. അതൊക്കെയാണ് അങ്ങനത്തെ കുറച്ച് കേസുകൾ. പിന്നെ ഗ്രാവിറ്റേഷനിൽ ചോദിച്ചിട്ടുള്ളത് ലോ ഓഫ് പീരീഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ലോ ഓഫ് പീരീഡിൻ്റെ T² പ്രൊപ്പോർഷണൽ ടു A³ എന്നുള്ള ഈ റിലേഷൻ ഇതൊന്നും വെച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിരുന്നില്ല. സോ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്ലോപ്പ് ബേസ് ചെയ്തിട്ട് ഈ 4π² Gm² പറയുന്ന ഈ ഒരു ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒരു വട്ടം വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ എസ്കേപ്പ് വെലോസിറ്റി നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഭാഗമാണ് എസ്കേപ്പ് വെലോസിറ്റി. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഓർബിറ്റൽ വെലോസിറ്റി, ഓർബിറ്റലും എസ്കേപ്പും കമ്പൈൻ ചെയ്തിട്ടുള്ള കേസുകൾ. സോ ഇതൊക്കെയാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഹൈറ്റ് ഇതൊക്കെ കാണുമ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതായത് ഈ ഹൈറ്റിൽ എത്ര പോകുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇതെന്താണ്, അത് ജസ്റ്റ് ഈ ആക്സലറേഷൻ ബേസിക് ഇക്വേഷൻ G=Gm/r², ഈ ബേസിക് ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ ചെയ്യാവുന്ന കുറച്ച് പ്രോബ്ലംസും. ഡെപ്തിൻ്റെ കേസസ് വളരെ കുറവായിരുന്നു. പിന്നെ ചോദിച്ചിട്ടുള്ളത് പറഞ്ഞാൽ ഈ കറങ്ങുമ്പോൾ എന്തൊക്കെ കോൺസ്റ്റൻറ്റ്, അങ്ങനത്തെ കുറേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് പ്രോബ്ലംസും അതൊക്കെയാണ് ഇതിൽ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ മെയിനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൊരു ഏരിയ പറയാനാണെങ്കിൽ. സോ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അതായത് ഹൈറ്റിൻ്റെയും ഡെപ്തിൻ്റെയും ഇക്വേഷൻ പഠിക്കുക, ഈ ബേസിക്കുള്ള Gm/r² ഇക്വേഷൻ പഠിക്കുക. പിന്നെ ഇതൊന്നുമില്ല. പിന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഈ എനർജിയുടെ എല്ലാ സാറ്റലൈറ്റിൻ്റെ എല്ലാ എനർജി, പൊട്ടൻഷ്യൽ, ടോട്ടൽ, കൈനറ്റിക് എല്ലാം പഠിക്കുക. ഓർബിറ്റൽ വെലോസിറ്റി പഠിക്കുക, എസ്കേപ്പ് വെലോസിറ്റി പഠിക്കുക. പിന്നെ ഈ സർഫേസിൽ നിന്ന് H ഹൈറ്റിലേക്ക് പോകുമ്പോഴുള്ള കേസ് പഠിക്കുക. പിന്നെ ഈ
ലോ ഓഫ് പീരീഡ്സ്. ഓക്കെ, ഇത് രണ്ടും ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ എല്ലാം പറയണ്ടേ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണ് ലോ ഓഫ് പീരീഡ്സ്, എസ്കേപ്പ് വെലോസിറ്റി. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഏരിയ പറയാനാണെങ്കിൽ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്ത സ്റ്റഡി അപ്ഡേറ്റും അതുപോലെ തന്നെ ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസും ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.